നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇംഗ്ലീഷിലെ കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് ടിപ്സിന്റെ. അപ്പോൾ അതിന്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 23 ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ടിപ്പ് 24 തൊട്ടാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, യു, ഹി ആൻഡ് ഐ ഹാവ് ഡൺ അവർ ഡ്യൂട്ടി. ഇങ്ങനെ വേണം നമ്മൾ ഓർഡർ കീപ്പ് ചെയ്യാൻ. അതായത് എങ്ങനെയാ, യു, ഹി ആൻഡ് ഐ എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്നത് ഏത് പേഴ്സണാ? സെക്കൻഡ് പേഴ്സൺ ആണ് കേട്ടോ. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ, ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ ഹി, ഇറ്റ്, ദേ, ഷീ എന്നൊക്കെ പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. അതിന് ശേഷമാണ് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയോ അല്ലെങ്കിൽ വി ഒക്കെ വരിക. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാ കൊടുക്കേണ്ട ഓർഡർ? 2, 3, 1 എന്നുള്ള ഓർഡർ ആയിരിക്കണം. അതായത് സെക്കൻഡ് പേഴ്സൺ ആദ്യം പറയണം, എന്നിട്ട് തേർഡ് പേഴ്സൺ പറയണം. അപ്പൊ ഹി തന്നെ ആവണം എന്നില്ല കേട്ടോ. ഷീ ആവാം, ഇറ്റ് ആവാം, ദേ ആവാം, അങ്ങനെ. പിന്നെ വേണം ഫസ്റ്റ് പേഴ്സൺ പറയാൻ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐയും വിയും കേട്ടോ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാം, ഹി, യു ആൻഡ് ഐ ഹാവ് ഡൺ അവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താ? സെക്കൻഡ് പേഴ്സൺ തന്നെ ആദ്യം വരണം. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, അടുത്ത കേസ് നോക്കാം. ഐ, യു ആൻഡ് ഹി ആർ ഗിൽറ്റി ഫോർ ദിസ് ക്രൈം. ഐ, യു ആൻഡ് ഹി ആർ ഗിൽറ്റി ഫോർ ദിസ് ക്രൈം. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഇവിടെ ഫസ്റ്റ് ആദ്യം ഐ ആ വന്നിട്ടില്ലേ. അപ്പൊ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണാ. പിന്നെ യു ആ വന്നിട്ടില്ലേ. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. പിന്നെയാണ് ഹി വന്നിട്ടില്ലേ. ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ. അപ്പൊ ഇങ്ങനെ ഐ, യു ആൻഡ് ഹി വന്നിട്ടുള്ള കേസ് നെഗറ്റീവ് കേസുകളായിരിക്കും. അതായത് ഇങ്ങനെ കുറ്റം ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുള്ള കേസ് അങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ, നമ്മൾ ആദ്യം ആ കുറ്റസമ്മതം നടത്താമെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വരണം, ഐ തന്നെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരണം. പിന്നെ വേണം സെക്കൻഡ് പേഴ്സൺ, പിന്നെ വേണം തേർഡ് പേഴ്സൺ. അതായത് ഐ തന്നെ വരണം എന്നില്ല, ഐയോ വിയോ വരാം. കാരണം ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ ആണല്ലോ. പിന്നെ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, പിന്നെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ്, ദേ. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട റൂൾ എങ്ങനെയാ? 2, 3, 1 ആയിരിക്കണം. ഓക്കെ. മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വേണം ഫസ്റ്റ് വരാമെന്ന് ആലോചിക്കുക. അപ്പോൾ 1, 2, 3 എന്നുള്ള റൂളായിരിക്കും മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യേണ്ട റൂള്. കിട്ടിയോ? അപ്പൊ ഇത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 25ാമത്തെ ടിപ്പ് നോക്കാം. 25ാമത്തെ ടിപ്പിൽ എന്താ പറയുന്നത്? ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ, സഡൻലി എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ ആസ് സൂൺ ആസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസ് സൂൺ ആസ് വെച്ചിട്ട് പറയുന്ന സെന്റൻസുകൾ ഉണ്ടല്ലോ, അതിൽ മിക്കവാറും ഒരേ ടെൻസ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഒരേ ടെൻസ്. കാരണം ഉടനെ തന്നെ, ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ ഒരു മീനിങ് അല്ലേ വരുന്നത്. അപ്പൊ പിന്നെ സെയിം ടെൻസ് തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആസ് സൂൺ ആസ് ദി പ്രൈം മിനിസ്റ്റർ അറൈവ്സ്. അറൈവ്സ് കണ്ടോ, എസ് ഉണ്ട്. അതായത് സിമ്പിൾ പ്രസന്റൻസ് ആണ്. അപ്പൊ എന്ത് പറ്റി? ദ മീറ്റിംഗ് ബിഗിൻസ് ആണ്. അതും സിമ്പിൾ പ്രസന്റിലായിരിക്കണം. കാരണം പ്രൈം മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ മീറ്റിംഗ് തുടങ്ങി, ഉടനെ തന്നെ. അപ്പൊ രണ്ടും ഒരേ ടെൻസിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പൊ ആസ് സൂൺ ആസ് വരുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ആസ് സൂൺ ആസ് വന്നു കഴിഞ്ഞാൽ ആ കൊടുത്തിട്ടുള്ള സെന്റൻസിനകത്തെ ക്രിയ രണ്ടും സെയിം ടെൻസിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. കിട്ടിയോ? ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പലപ്പോഴും പല ടിപ്പുകൾ കിട്ടുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി 26ാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം. സ്കേർസ്ലി, ഹാർഡ്ലി, ബെയർലി. ഇമ്പോർട്ടൻ്റ് ആണ്. സ്കേർസ്ലി, ഹാർഡ്ലി, ബെയർലി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് ശേഷം പിന്നെന്താ വരണ്ടേ? ഓക്സിലറി വെർബ് വേണം ആദ്യം വരാൻ. എന്ത് വരണം? ഓക്സിലറി വെർബ് വേണം ആദ്യം വരാൻ. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ റൂൾ എന്ന് പറയാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, സ്കേർസ്ലി വെച്ചിട്ടാണ് ഒരു സെന്റൻസ് തുടങ്ങിയത് അല്ലെ? സ്കേർസ്ലിക്ക് ശേഷം എന്താ വന്നിട്ടുള്ളത്? ഹാഡാ വന്നിട്ടുള്ളത്. ഹാഡ് എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി വെർബാണ്. ഹാഡ്, ഹാസ്, ഹാവ്, ഡിഡ്, എസ്, വാസ്, ആറ് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബാണ് കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള സ്കേർസ്ലി എന്ന് പറഞ്ഞുള്ള വാക്കിന് ശേഷം ഓക്സിലറി വെർബ് വന്നതിന് ശേഷം മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുക്കാം. സ്കേർസ്ലി ഹി ഹാഡ് ബോട്ട് എ കാർ വെൻ ഹി വൺ ദി ലോട്ടറി. അങ്ങനെ പറഞ്ഞാൽ തെറ്റാ. കാരണം എന്താ? സ്കേർസ്ലിക്ക് ശേഷം ഞാൻ ഹിയ യൂസ് ചെയ്തേ അല്ലെ? സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തേ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. അതേസമയം സ്കേർസ്ലിക്ക് ശേഷം ഓക്സിലറി വെർബായിട്ടുള്ള ഹാഡ് വരികയാണെങ്കിൽ അത് കറക്റ്റ് ആണ്. കിട്ടിയോ? അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സ്കേർസ്ലി, ഹാർഡ്ലി, ബെയർലിക്ക് ശേഷം എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് 27ാമത്തെ ടിപ്പ് നോക്കാം കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷുഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ലെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് ആയിരിക്കണം. വുഡ് പറ്റോ? ഇല്ല. മൈറ്റ് പറ്റോ? ഇല്ല. കാരണം ലെസ്റ്റിന് ശേഷം യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വെർബ് ഏതാണ്? ഷുഡ് തന്നെയാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടേക്ക് കെയർ ലെസ്റ്റ് യു ഷുഡ് ഫോൾ. ശ്രദ്ധിക്കുക, ടേക്ക് കെയർ ലെസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് എന്താ? ഷുഡ് ആണ്. അപ്പൊ ടേക്ക് കെയർ ലെസ്റ്റ് യു ഷുഡ് ഫോൾ. അത് കറക്റ്റാ.
ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ, ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ. അപ്പൊ ഇത് ശരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതും ശരിയാണ്. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ലെസ്റ്റിന് ശേഷം യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വെർബ് ഷുഡ് ആവണമെന്ന് നിർബന്ധമാണ് അല്ലെ. പക്ഷെ മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ? മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഷുഡ് ആവണം. പക്ഷെ മോഡൽ ഓക്സിലറി വെർബ് ലെസ്റ്റിന് ശേഷം യൂസ് ചെയ്തില്ലെങ്കിലും അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് നോക്കിയേ, ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 28ാമത്തെ ടിപ്പ് നോക്കാം. ഓക്കെ, ഇത് കോൺകോർഡിൽ വരുന്ന ഒരു ടിപ്പാണ് കേട്ടോ. എ ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകളുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് നോക്കുക. അപ്പൊ സബ്ജക്റ്റ് കൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? വെർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അതേസമയം സബ്ജക്റ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ ക്രിയ എങ്ങനെയായിരിക്കും? നമ്മുടെ ക്രിയ സിംഗുലർ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, 2 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. എ ലോട്ട് ഓഫ് വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഉണ്ട്, എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ലോട്ട് ഓഫ് കണ്ടു കഴിയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? ക്രിയ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? എ ലോട്ട് ഓഫിന് ശേഷം വന്നിട്ടുള്ള സബ്ജക്റ്റ് നോക്കുക. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താ? അൺകൗണ്ടബിൾ ആണ് അല്ലെ, അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ വരുന്ന കേസുകളിൽ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? നമ്മുടെ ക്രിയ സിംഗുലർ ആയിരിക്കണം. അൺകൗണ്ടബിൾ ആണെങ്കിൽ ക്രിയ സിംഗുലർ, അൺകൗണ്ടബിൾ ആണെങ്കിൽ ക്രിയ സിംഗുലർ. എ ലോട്ട് ഓഫ് വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അതേസമയം ഇവിടെ ശ്രദ്ധിച്ചേ, എ ലോട്ട് ഓഫ് പീപ്പിൾ. ഓക്കെ, എ ലോട്ട് ഓഫ് പീപ്പിൾ നമുക്ക് എണ്ണാൻ പറ്റും, കൗണ്ടബിൾ ആണ്. അപ്പൊ കൗണ്ടബിൾ വരുന്ന കേസുകളിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ക്രിയ പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ് ഒക്കെ വരുമ്പോൾ ഒരേ റൂൾ അല്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സബ്ജക്ട്. സബ്ജക്റ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലറും സബ്ജക്റ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അത് പ്ലൂറലും ആയിരിക്കും. ഇനി അടുത്ത ടിപ്പ് നമ്പർ 29 ആണ് കേട്ടോ. ടിപ്പ് 28 പറഞ്ഞ പോലെ തന്നെ ഒരു ടിപ്പ് തന്നെയാണ്, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക. ഹാഫ് ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകളുണ്ടല്ലോ. അതായത് ഒരു ഫ്രാക്ഷൻ പോലെയൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകൾ. അതിനുശേഷം നമ്മൾ സെയിം റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് അതിനുശേഷം വരുന്ന സബ്ജക്റ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ, അൺകൗണ്ടബിൾ ആണെങ്കിൽ ക്രിയ എങ്ങനെയായിരിക്കും? ക്രിയ സിംഗുലർ ആയിരിക്കും. പിന്നെ സബ്ജക്റ്റ് കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഹാഫ് ഓഫ് ദി വർക്ക് ഇസ് ഡൺ. കണ്ടോ, ഹാഫ് ഓഫ് ദിക്ക് ശേഷം വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അതേപോലെ തന്നെ മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. മണി എന്ന് പറഞ്ഞാൽ PSCക്ക് ഇഷ്ടപ്പെട്ട വാക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. അപ്പൊ വർക്ക് ആണെങ്കിലും മണി ആണെങ്കിലും ഒക്കെ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. കേട്ടോ, ഹാഫ് ഓഫ് ദി വർക്ക് ഇസ് ഡൺ ആണ്. ഓക്കെ, അല്ലാണ്ട് ഹാഫ് ഓഫ് ദി വർക്ക് ആർ ഡൺ എന്നല്ല നമ്മൾ പറയാ, ഹാഫ് ഓഫ് ദി വർക്ക് ഇസ് ഡൺ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ, 3/4 ഓഫ് സ്റ്റുഡൻസ് വേർ ആബ്സെന്റ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ 3/4 ശേഷം എന്താ വന്നിട്ടുള്ളത്? സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ് അല്ലെ. അപ്പൊ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്ലൂറൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരണ്ടേ? വേറാ വരണ്ടേ അല്ലെ? വേർ ആണ് വരണ്ടേ. വോസ് ആണോ? അല്ല, കാരണം വോസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വേർ ആണ് പ്ലൂറൽ ആയിട്ട് വരുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പൊ 3/4 ഓഫ് സ്റ്റുഡൻസ് വേർ ആബ്സെന്റ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാണ്, ടിപ്പ് നമ്പർ 29 എന്താ പറയുന്നത്? ഹാഫ് ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫിനൊക്കെ ശേഷം വരുന്ന സബ്ജക്റ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലറും കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറലും ആയിരിക്കും. അടുത്ത് നമുക്ക് ടിപ്പ് നമ്പർ 30 നോക്കാം കേട്ടോ. ടിപ്പ് നമ്പർ 30 എന്താ പറഞ്ഞിട്ടുള്ളത്? കളക്റ്റീവ് നൗണിന്റെ കേസാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കളക്റ്റീവ് നൗൺ. അപ്പൊ കളക്റ്റീവ് നൗൺ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഒന്നായിട്ട് പരിഗണിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. ക്രിയ എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. എപ്പോഴായിരിക്കും കളക്റ്റീവ് നൗൺ നമ്മൾ ഒന്നായിട്ട് പരിഗണിക്കുമ്പോൾ അവിടുത്തെ ക്രിയ എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, ദ ഓഡിയൻസ് ഇസ് ലിസണിങ് ടു ദ മ്യൂസിക്. ദ ഓഡിയൻസ് ഇസ് ലിസണിങ് ടു ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ മൊത്തമായിട്ട് പറയാണ് അല്ലെ, അവർ മൊത്തമായിട്ട് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഓഡിയൻസ് എന്ന് പറയുന്നത് അതിനെ ഒന്നായിട്ട് പരിഗണിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മുടെ ക്രിയ എങ്ങനെയായിരിക്കും? ക്രിയ സിംഗുലർ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അല്ലാത്ത പക്ഷം എങ്ങനെയായിരിക്കും? ക്രിയ പ്ലൂറൽ ആയിരിക്കും. അപ്പൊ അടുത്തതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ദ ഓഡിയൻസ് ഹാവ് ഡിസ്പേഴ്സ്ഡ് ത്രൂ ഡിഫറെന്റ് ഗേറ്റ്സ് ആഫ്റ്റർ ദി പ്രോഗ്രാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ദ ഓഡിയൻസ് ഹാവ് ഡിസ്പേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിയൻസ് ഓരോരുത്തരായിട്ട് പല ഗേറ്റിൽ കൂടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓഡിയൻസിന് നമ്മൾ മൊത്തമായിട്ടല്ല പറഞ്ഞിട്ടില്ല, ഓഡിയൻസ് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒന്നല്ലാത്ത കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ക്രിയ പ്ലൂറൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ദ ഓഡിയൻസ് ഹാവ് ഡിസ്പേഴ്സ്ഡ് ത്രൂ ഡിഫറെന്റ് ഗേറ്റ്സ് ആഫ്റ്റർ ദി പ്രോഗ്രാം.
അപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ കളക്റ്റീവ് നൗൺ എന്നും പറഞ്ഞ സിംഗുലറോ പ്ലൂറലോ എന്നുള്ളതല്ല, അവിടെ വരുന്ന ആശയത്തിന്റെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യണം. ഒന്നായിട്ട് പരിഗണിക്കുന്ന കേസുകളിലാണെങ്കിൽ സിംഗുലർ വെർബും, അല്ലാത്ത പക്ഷം പ്ലൂറൽ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടിപ്പ് നമ്പർ 31 നോക്കാം. ടിപ്പ് നമ്പർ 31 എന്താ പറഞ്ഞിട്ടില്ലേ? ശ്രദ്ധിക്കുക, ഈച്ച് ആൻഡ് ഈച്ച്, എവ്രി ആൻഡ് എവ്രി. ഇതിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഒന്നുകൂടെ പറയാം, ഈച്ച് ആൻഡ് ഈച്ച്, എവ്രി ആൻഡ് എവ്രിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? സിംഗുലർ വെർബാണ്. നമ്മുടെ ക്രിയ സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിക്കോളൂ. എവ്രി മാൻ ആൻഡ് എവ്രി വുമൺ ഹാസ് കം. നമ്മൾ വിചാരിക്കും എവ്രി മാനും പിന്നെ ആൻഡും ഉണ്ടല്ലോ, എന്നിട്ട് എവ്രി വുമൺ അല്ലേ, അപ്പൊ ഹാവ് അല്ലേ വരേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, എവ്രി മാൻ ആൻഡ് എവ്രി വുമൺ ഹാസ് കം. അപ്പൊ എവ്രി ആൻഡ് എവ്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബായിരിക്കും. എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബായിരിക്കും. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് ഈച്ച് കേട്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഈച്ച് ആൻഡ് ഈച്ചും എവ്രി ആൻഡ് എവ്രി വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്രിയ എന്ന് പറയുന്നത് സിംഗുലർ വെർബായിരിക്കും എന്നുള്ളത് മനസ്സിലോർപ്പിച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ടിപ്പ് നമ്പർ 32 നോക്കാം കേട്ടോ. ടിപ്പ് നമ്പർ 32 എന്താ പറഞ്ഞിട്ടില്ലേ? ശ്രദ്ധിക്കണം. ഇൻഫോർമേഷൻ, ഫുഡ് വെയർ, ലഗേജ്, സ്റ്റേഷനറി, മെഷീനറി, ഫേർണിച്ചർ തുടങ്ങിയ വാക്കുകളുണ്ടല്ലോ, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. എന്തായിരിക്കണം? സിംഗുലർ വെർബ്. ഒന്നുകൂടെ പറയാം, ഇൻഫോർമേഷൻ, ഫുഡ് വെയർ, ലഗേജ്, ബഗേജും ഉണ്ട് കേട്ടോ, സ്റ്റേഷനറി, മെഷീനറി, ഫേർണിച്ചർ, ഇതൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിംഗുലർ വെർബ്. പക്ഷെ അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇപ്പൊ സപ്പോസ് 2 പീസസ് ഓഫ് ഫേർണിച്ചർ, വെറുതെ ഫേർണിച്ചർ അല്ല, അതിനു മുമ്പ് 2 പീസസ് എന്നുള്ളൊരു വാക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ വെർബാണ്. ഒന്നുകൂടെ പറയാം, വെറുതെ ഫേർണിച്ചർ ആണെങ്കിൽ അത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന സിംഗുലർ വെർബാണ്. അതേസമയം 2 പീസസ് ഓഫ് ഫേർണിച്ചർ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ വെർബായിട്ടുള്ള വേർ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ 2 പീസസ് ഓഫ് ഫേർണിച്ചർ വേർ ലോസ്റ്റ് എസ്റ്റർഡേ. അപ്പൊ എസ്റ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേർ ഇവിടെ യൂസ് ചെയ്തു. മനസ്സിലായോ? പ്ലൂരൽ ആണ്. ഇനി ശ്രദ്ധിക്കുക, പീസസ്, ഐറ്റംസ്, ബിറ്റ്സ് ഇങ്ങനെയുള്ള വാക്കുകൾ ഈ പറഞ്ഞിട്ടുള്ള ഫേർണിച്ചറോ അല്ലെങ്കിൽ ഫുഡ് വെയർ, ലഗേജ് ഇതിനൊക്കെ മുമ്പിൽ വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ വെർബായിരിക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ടിപ്പ് നമ്പർ 33. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ജെറൻഡും പ്രസന്റ് പാർട്ടിസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് പലർക്കും ഈ ഒരു ടോപ്പിക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊരു ജസ്റ്റ് ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആയതിനാൽ നമുക്ക് എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഹീ ഈസ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീ ഈസ് സ്മോക്കിംഗ്, അവൻ പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹീ ഈസ് സ്മോക്കിംഗ്, ഒരു ക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇവിടുത്തെ സ്മോക്കിംഗ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. കാരണം എന്താ? അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി നമുക്ക് ജെർണ്ടിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇതേപോലെ തന്നെ സ്മോക്കിംഗ് ഇസ് എ ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്മോക്കിംഗ് ഇസ് എ ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുന്നത് മോശപ്പെട്ട ഒരു ഹാബിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? പുക വലിക്കുന്നത്, അല്ലാണ്ട് പുക വലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അല്ല അല്ലെ? അപ്പൊ ഇവിടെ ഒരു ക്രിയ നടക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഒരു ക്രിയ നടക്കുന്നില്ല. അങ്ങനത്തെ കേസുകളിലാണ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ജെറൻഡ് ആയിട്ട് നമ്മൾ പറയാ. അതായത് ഒരു നൗൺ ഫോമിലാണ് നമ്മൾ പറയുന്നത്. പുക വലിക്കുന്നത് അല്ലെങ്കിൽ പുകവലി, ഈ ഒരു തരത്തിലൊക്കെ പറയുമ്പോൾ അത് ജെറൻഡ് രൂപത്തിലായിട്ട് വരും. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതല്ല, പക്ഷെ എന്താ? സ്മോക്ക് ചെയ്യുന്നത് ഒരു മോശപ്പെട്ട ഹാബിറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ജെർണ്ടിന്റെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സ്വിമ്മിങ് ഇസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നീന്തുന്നത് നല്ലൊരു എക്സസൈസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ജെറൻഡ് ആയിട്ട് പറയാൻ കാര്യം. ഇനി അടുത്ത നമ്മുടെ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ അടുത്ത സെന്റൻസ് നോക്കിയേ. ഐ ഹാവ് ബീൻ പ്ലേയിങ് അല്ലെ? ഇവിടെ എന്താ? ഇവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് പ്രസന്റ് പാർട്ടിസിപ്പിളും, അതേസമയം ഒരു നൗൺ രീതിയിൽ വരുമ്പോഴാണ് അതിനെ ജെറൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം, മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടിപ്പ് നമ്പർ 34ലേക്ക് കയറാം കേട്ടോ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? അൺലെസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇഫ് നോട്ട് എന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് ആണ്. പിന്നെ നമ്മൾ അൺലെസ് നമ്മളൊരു സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു നോട്ട് ചേർത്ത് പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ അറിയെങ്കിൽ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചേക്കണം. അൺലെസ്സിനകത്ത് ഒരു ഇഫ് നോട്ട് എന്നുള്ള മീനിങ് ആണ്, ഒരു നോട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ആ സെന്റൻസിനകത്ത് ഒരു നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അൺലെസ് ദ സ്റ്റുഡൻറ് സ്റ്റഡി ഹാർഡ് ദേ വിൽ ഫെയിൽ.
ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇഫ് നോട്ട് ദ സ്റ്റുഡൻറ് സ്റ്റഡി ഹാർഡ് ദേ വിൽ ഫെയിൽ. ഇതേ മീനിങ് ആണ് കേട്ടോ. അടുത്ത സെന്റൻസ് നോക്കിയേ, യു വിൽ മിസ് ദ ട്രെയിൻ അൺലെസ് യു ഗോ ഇൻ എ ടാക്സി. ഓക്കെ, ഇനി നമുക്ക് ടിപ്പ് നമ്പർ 35 നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അതിനുശേഷം ടു ഉണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയാം, ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈമിന് ശേഷം ടു ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്രിയയുടെ ബേസ് ഫോം ആയിരിക്കണം. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ഇഡിയോ ഐ എൻ ജിയോ എസ് ഒന്നും ചേർക്കാത്ത ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം ടു പ്ലേ വെൽ. കേട്ടോ, ടൂവിന് ശേഷം നമ്മൾ ബേസ് ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, പ്ലേ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേസമയം ഇറ്റ് ഇസ് ടൈമിന് ശേഷം 4 ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, 4 ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ഐ എൻ ജി കൂട്ടിയിട്ട് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് ടൈം ഫോർ ടേക്കിംഗ് റെസ്റ്റ്, ഇറ്റ് ഇസ് ടൈം ഫോർ ടേക്കിംഗ് റെസ്റ്റ്. അപ്പോൾ ഇറ്റ് ഇസ് ടൈം തന്നെ ആവണം എന്നില്ല, ഇറ്റ് ഇസ് ഹൈ ടൈം ആണെങ്കിലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം ഫോർ ടേക്കിംഗ് റെസ്റ്റ്. ഇനി അടുത്ത് നോക്കിയേ, ഇറ്റ് ഇസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, യു എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ, അപ്പോൾ ഇറ്റ് ഇസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എപ്പോഴും V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. ശ്രദ്ധിക്കൂ, ഇറ്റ് ഇസ് ടൈം യു റീച്ച്ഡ് ദർ ആണ്. ഓക്കെ, റീച്ചിങ് ദർ അല്ല, റീച്ച് ദർ അല്ല, റീച്ച്ഡ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഇറ്റ് ഇസ് ടൈം ഇറ്റ് ഇസ് ഹൈ ടൈമിന് ശേഷം ടു ഉണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, ബേസ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഇറ്റ് ഇസ് ടൈമിന് ശേഷം 4 എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഇറ്റ് ഇസ് ടൈമിന് ശേഷം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. ഓക്കെ, അറിയില്ലെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 36 ആണ്. ഇതേപോലെ തന്നെ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം അല്ലേ, പക്ഷേ ഈ ടിപ്പിൽ ശ്രദ്ധിച്ചേ, ഇറ്റ് ഇസ് ഈ ഫസ്റ്റ് ടൈം, ഇറ്റ് ഇസ് ഈ സെക്കൻഡ് ടൈം, അങ്ങനെ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസുകളുണ്ടല്ലോ, അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താ യൂസ് ചെയ്യേണ്ടത്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഒന്നുകൂടെ പറയാം, ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ടൈം, ഇവിടെ ഇസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ആയത്. ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ടൈം, ഇറ്റ് ഇസ് ദി സെക്കൻഡ് ടൈം എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ടൈം ഐ ഹാവ് ഹെൽപ്ഡ് യു. കേട്ടോ, ഇറ്റ് ഇസ് ദി ഇസ് ആണ്, ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ടൈം ഐ ഹാവ് ഹെൽപ്ഡ് യു. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്, കാരണം എന്താ, ഹാവും ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട് അല്ലേ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇനി സപ്പോസ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്ത് വരുമായിരുന്നു, ഇറ്റ് വാസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരും. അത്രേ ഉള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം ഐ ഹാഡ് ഹെൽപ്ഡ് യു എന്നായിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇസ് ആണോ വാസ് ആണോ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ എന്നുള്ളത് തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടിപ്പ് മാറിപ്പോവരുത്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 37 നോക്കാം. ടിപ്പ് നമ്പർ 37 നോക്കാം. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ടെമ്പിൾ, മാർക്കറ്റ്, ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്കൂള്, കോളേജ്, ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മുമ്പിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ നമ്മൾ യൂസ് ചെയ്യില്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഷീ ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ് ടു പ്രേ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഷീ ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ് ടു പ്രേ. അപ്പോൾ ചർച്ചിൽ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതൊരു പ്രൈമറി പർപ്പസ് അല്ലേ. അങ്ങനെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ചർച്ചിൽ പോകുന്നതെങ്കിൽ ഈ ചർച്ചിൻ്റെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തോ ഇല്ല. ഇതാണ് റൂള് പറയുന്നത്. ഇനി അടുത്ത കേസ് നോക്കിയേ. ഷീ വെൻ ടു ദ ചേർച്ച് ടു മീറ്റ് ദി സിംഗർ. ഓക്കെ, ഷീ വെൻ ടു ദ ചേർച്ച്. ഇവിടെ കണ്ടോ, ചേർച്ചിന് മുമ്പിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവൾ ചേർച്ച് പോയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? അവൾ പ്രാർത്ഥിക്കാനല്ല, പക്ഷെ അവിടുത്തെ ഒരു സിംഗറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൈമറി പർപ്പസ് അല്ലാത്ത കേസ് വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള സ്ഥലങ്ങൾക്ക് മുമ്പിൽ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. കിട്ടിയോ? ടിപ്പ് നമ്പർ 37 ഓക്കെ ആയോ? ഇനി ടിപ്പ് നമ്പർ 38 എന്താ പറയുന്നത്? അതായത് ഈ ഫേമസ് ബുക്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഹോളി ബുക്സ്, റെഫറൻസ് ബുക്സ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ രാമായണ അല്ലെങ്കിൽ ദ എൻസൈക്ലോപീഡിയ. എൻസൈക്ലോപീഡിയയുടെ സ്പെല്ലിംഗ് നോക്കുക, പേടി ആണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. പേടി, PAEDIA ആണ്. കാരണം എൻസൈക്ലോപീഡിയ അത്രയും വലിയ ബുക്കല്ല, അപ്പോൾ നമുക്ക് പേടിയാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് മാറിപ്പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫേമസ് ബുക്ക് അല്ലെങ്കിൽ ഹോളി ബുക്സ്, റെഫറൻസ് ബുക്ക്, ന്യൂസ് പേപ്പേഴ്സിനൊക്കെ മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും. അതേസമയം ശ്രദ്ധിക്കുക, ഓതറിൻ്റെ പേര് ഈ പറഞ്ഞിട്ടുള്ള ബുക്കിൻ്റെ പേരിന് മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ദ എന്ന് പറഞ്ഞുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടോ, രാമായണയ്ക്ക് മുമ്പിൽ അതിൻ്റെ ഓതറിൻ്റെ പേര് വന്നേക്കുക, വാൽമീകീസ് രാമായണ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ
പിന്നെ നമ്മൾ അതിന് മുമ്പിൽ ഒരു ദ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഇങ്ങനെ ഓതറിന്റെ പേര് വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ വലുതായി അല്ലേ. പിന്നെ കുറച്ചും കൂടെ വലുതാക്കി ഒരു ദ ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 38 ഓക്കെ ആണല്ലോ. അടുത്ത ടിപ്പ് നമ്പർ 39 നോക്കാം. ഇതിലെന്താ പറയുന്നത്? അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ പേരിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ, ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന കേസുകൾ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എക്സാമ്പിൾ നോക്കിക്കോളൂ. സെന്റ് മേരീസ് ചർച്ച് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി. കണ്ടോ? അപ്പോൾ ഒരു സ്ഥലത്തിന് ശേഷം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഓക്കെ, അതേസമയം ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത് ശരിയാണ്. കാരണം കേരളത്തിന് മുമ്പാണ് യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വരുന്ന കേസുകളിലാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ തെറ്റിപ്പോവരുത്. കേരളയ്ക്ക് ശേഷമാണ് യൂണിവേഴ്സിറ്റി വരുന്നതെങ്കിൽ ദ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം കേരളയ്ക്ക് മുമ്പാണ് യൂണിവേഴ്സിറ്റി വരുന്നതെങ്കിൽ നമുക്ക് ദ എന്ന് പറഞ്ഞുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത നമുക്ക് ടിപ്പ് നമ്പർ 40 നോക്കാം കേട്ടോ. ടിപ്പ് നമ്പർ 40 പറയുന്നത് പൊസസീവ് പ്രോനൗണിനെ കുറിച്ചാണ് കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ദിസ് ബുക്ക് ഇസ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ യുവർ, യുവേഴ്സ് എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദിസ് ബുക്ക് ഇസ് യുവേഴ്സ് എന്നുള്ളതാണ് ആൻസർ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഡാഷ് ലാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പൊസസീവ് പ്രോനൗൺ ആയിരിക്കണം. എന്തായിരിക്കണം? പൊസസീവ് പ്രോനൗൺ ആയിരിക്കണം. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഡാഷ് ലാസ്റ്റ് ആണെങ്കിൽ, ഒരു സെന്റൻസിന്റെ ഡാഷ് ലാസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പൊസസീവ് പ്രോനൗൺ ആയിരിക്കണം. അപ്പം ഏതൊക്കെയാണ് പൊസസീവ് പ്രോനൗൺ? മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകളാണ് പൊസസീവ് പ്രോനൗൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു എസ് ഉണ്ടെന്നുള്ളത് ആലോചിക്കുക. അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദെയേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് പൊസസീവ് പ്രോനൗൺ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കി. ദിസ് ഇസ് ഡാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരണ്ടേ? ഇവിടെ വരേണ്ടത് യുവർ ആണ്. ഇവിടെ കൊണ്ടുപോയിട്ട് യുവേഴ്സ് എഴുതി വെച്ചേക്കരുത്. കാരണം എന്താ? യുവേഴ്സ് എന്ന് പറയുന്നത് പൊസസീവ് പ്രോനൗൺ ആണ്. ഈ പറഞ്ഞിട്ടുള്ള യുവേഴ്സിന് അല്ലെങ്കിൽ പൊസസീവ് പ്രോനൗണിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ യുവറിന് ശേഷം ഒരു ബുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പൊസസീവ് പ്രോനൗണ് അതിന്റെ ആവശ്യമൊന്നുമില്ല. നൗൺ ഇല്ലെങ്കിലും അതിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. അതാണ് പൊസസീവ് പ്രോനൗൺ. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദെയേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊസസീവ് പ്രോനൗൺ ആണ്. ഹി വിൽ ടേക്ക് ഹിസ് അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് റെയിൻസ് ആണ്. വെരി ഗുഡ്. റീസൺ എന്താ? ഇൻ കേസിന് മുമ്പ് ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇൻ കേസിന് മുമ്പ് അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള റെയിൻസ് ആണ്. ഓക്കെ അല്ലേ? അതെല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ അത് ശരിയാക്കി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇൻ കേസിന് മുമ്പ് ഉള്ള കാര്യങ്ങളും ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. I took a taxi so that I dash miss the train. ആൻസർ പറഞ്ഞോളൂ. I took a taxi so that I dash miss the train. നമ്മുടെ ആൻസർ വുഡിൻറ്റ് ആണ് കേട്ടോ. വുഡിൻറ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ക്ലൂ ഉണ്ട്. എന്താ ക്ലൂ? ടുക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. ടുക്ക് എന്ന് പറയണത് എന്താ? V2 ഫോം ഓഫ് ദി വെർബ് അല്ലേ. ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ആണല്ലോ, പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. ഇനി 4 ഓപ്ഷനകത്ത് നിങ്ങൾ പാസ്റ്റ് ടെൻസ് ഏതായിട്ടുള്ളത്? കാണ്ട് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണോ? അല്ല. ക്യാൻ, നോട്ട് എന്ന് പറയുന്നതാണ് കാണ്ട് എന്ന് പറയുന്നത്. പിന്നെ വോണ്ട് എന്ന് പറയുന്നത് എന്താ? അത് പാസ്റ്റ് ടെൻസ് അല്ല കേട്ടോ. വിൽ നോട്ട് എന്ന് പറയുന്നതാണ് വോണ്ട്. അതുപോലെ തന്നെ ഡു നോട്ട് എന്ന് പറയുന്നതാണ് ഡോണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രസന്റ് ടെൻസ് ആണ്. ജസ്റ്റ് ഒരു നോട്ട് കൂട്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വുഡിൻ്റെ ആണ്. വുഡിൻ്റെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡിൻ്റെ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൻ്റെ ആൻസറിന് ശേഷം ഞാനിത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇറ്റ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വേഗം ആൻസർ ചെയ്തോളൂ. വാസൻറ്റ് ഇറ്റ് ആണോ? ഇസൻറ്റ് ഇറ്റ് ആണോ? ഹാസൻറ്റ് ഇറ്റ് ആണോ? ഡസൻറ്റ് ഇറ്റ് ആണോ? നമ്മുടെ ആൻസർ ഹാസൻറ്റ് ഇറ്റ് ആണ്. ഹാസൻറ്റ് ഇറ്റ് ആണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എന്നുള്ളത് പറയാം കേട്ടോ.
ഇറ്റ് ഹാസ് ബീൻ റെയിനി ഓൾ ആഫ്റ്റർനൂൺ ഡാഷ് ഇറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങളൊരു എസ് കണ്ടു എന്നും പറഞ്ഞിട്ട് അത് എപ്പോഴും എസ് ആവണം എന്നില്ല, ഇറ്റ് ഇസ് ആവണം എന്നില്ല. അത് സിംഗുലർ ഏത് വേണമെങ്കിലും ആവാം. ഏതൊക്കെയാവാം? എസ് ആവാം, അല്ലെങ്കിൽ വോസ് ആവാം, അല്ലെങ്കിൽ ഹാസ് ആവാം. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഹാസൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് എത്തിയതെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കണ്ടോ? ഈ ബീന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് കൊണ്ടുവരണ്ടേ? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം വരുന്ന ഒരാളാണ് ബീൻ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാലോ, ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം പെർഫെക്റ്റ് ടെൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐ മീൻ പാസീവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം എന്തായാലും ബീന് വരും. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത്? എല്ലാത്തിനും എസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഹാസ് ആണ്, കാരണം ഇവിടെ ഒരു ബീൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഹാസിനെ കിട്ടി. ഇനി ഹാസിൻ്റെ ഒപ്പം ഒരു നോട്ട് ചേർത്തിട്ട് ഹാസിൻ്റെ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തി. ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. ആൻസർ പറഞ്ഞോളൂ. ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. ആൻസർ എന്താ? ക്ലൂ തരാം. ഹാഡ് ഉണ്ട്, പിന്നെ V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട്, അല്ലേ? അപ്പോൾ ക്ലാസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർ തെറ്റിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആൻസർ, ഇത് പലരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ് ആണ്. ഓക്കെ, എന്താ റീസൺ എന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഹാഡ് വന്നു പ്ലസ് V3 വന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എങ്ങനെയായിരിക്കും? വുഡ് ഉണ്ടാവും, അതിനുശേഷം ഹാവ് ഉണ്ടാവും, പിന്നെ V3 ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ ആണല്ലോ. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, നമ്മുടെ ഈ PH ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ ആക്റ്റീവും പാസീവും ഒക്കെ കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ. മുമ്പത്തെ പോലെ ഹാഡ് V3 വരുമ്പോൾ ഇവിടെ എന്തായാലും വുഡ് ഹാവ് V3 ആവണം എന്നില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യണം, ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പാസീവ് ആണെന്നുള്ളത്? നിങ്ങളൊന്ന് അർത്ഥം മനസ്സിലാക്കി നോക്കിയേ. അതായത് അവൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ പോസിറ്റീവായിട്ട് നോട്ട് ചെയ്തിരുന്നെങ്കിൽ അവനെ സെലക്ട് ചെയ്യപ്പെട്ടേനെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് അവനാണോ സെലക്ട് ചെയ്യുന്നത്? അല്ല, അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ഒരു ബീൻ കൂട്ടിയിട്ട് വരണ്ടേ? പാസീവിൽ നമ്മൾ എപ്പോഴും ഒരു ബീൻ കൂട്ടിയിട്ടല്ലേ പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഹീ വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അവനാണ് സെലക്ട് ചെയ്യുന്നത്, അവനാണ് സെലക്ട് ചെയ്യുന്നത്. അവൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അവനാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണോ വരണ്ടേ? അല്ല, അവൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പാസീവാണ്. ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇഫിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരാറുണ്ട്, ഇഫിൻ്റെ ക്വസ്റ്റ്യനകത്ത് ആക്റ്റീവ് പാസീവ് കൺസെപ്റ്റ് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ പാറ്റേൺ അനുസരിച്ചിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറിക്കോട്ടെ. യെസ്, ബ്യൂട്ടിഫുൾ മാഷ ഡോഗ് ഇസ് യങ്. ഒന്നുകൂടെ പറയണോ? ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് ഇവിടെ നോക്കിയേ, ഹീ ഹാഡ് നോഡഡ്, ഇവിടെ ഹാഡ് ഉണ്ട്, പിന്നെ V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വരണം? വുഡ് ഹാവ് V3. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ മീനിങ് കൂടെ നോക്കുക. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഹീ വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അവനാണ് സെലക്ട് ചെയ്യുന്നത്. അവൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയാണോ? അവനാണോ സെലക്ട് ചെയ്യുന്നത്? അല്ല, അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? പാസീവ് അല്ലേ? അപ്പോൾ പാസീവ് ആണെങ്കിൽ വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ്. മനസ്സിലായോ? അവനാണോ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനെയാണോ സെലക്ട് ചെയ്യുന്നത്? അവനെയല്ലേ. സോ ഇറ്റ് ഇസ് പാസീവ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. ബ്യൂട്ടിഫുൾ മാഷ ഡോഗ് ഇസ് യങ്. ഇത് കറക്റ്റ് ഒരു ഓർഡറിലാക്കിയിട്ടൊന്ന് പറഞ്ഞേ. വേഗം ആൻസർ ചെയ്തോളൂ. ബ്യൂട്ടിഫുൾ മാഷ ഡോഗ് ഇസ് യങ്. ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഞാൻ ആൻസർ പറയാം. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ യങ് ഡോഗ് ആണ്, യങ് ബ്യൂട്ടിഫുൾ അല്ല. അവിടെയാണ് നമ്മളെല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. റീസൺ എന്താ? ഞാൻ ഇതിൻ്റെ ഒരു കോഡ് പഠിപ്പിച്ച് തന്നിരുന്നു, അല്ലേ? എന്താ? ദോശാസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലായിരുന്നോ? ദോശാസ് കമ്പനി. അപ്പോൾ അവിടെ ആദ്യം എന്താ വരണേ? ഡിറ്റർമിനർ വന്നു. പിന്നെ എന്താ വരേണ്ടത്? ഒപ്പീനിയൻ വരണം. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂട്ടിഫുൾ, അതുപോലെ തന്നെ എന്താ ലവ്ലി, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ, നൈസ്, ഇതൊക്കെയാണ് നമ്മൾ ഒപ്പീനിയൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് വേണം ആദ്യം വരാൻ കേട്ടോ. അല്ലാണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ഏജ് വരുന്നത്. അപ്പോൾ ഏജ് അതിന് ശേഷമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് പഠിപ്പിച്ച് തന്നേക്കുന്നത്. ദോശാസ് കമ്പനി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക കേട്ടോ.
അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറിക്കോട്ടെ. ക്ലിയർ അല്ലേ? അപ്പം അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എങ്ങനെയാണ് വരണേന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ്. ഈ ഒരു കോഡ് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഡിറ്റർമിനർ വരണം, പിന്നെ എന്ത് വരണം, പിന്നെ ഒപ്പീനിയൻ വരണം, പിന്നെ സൈസ് വരണം, ഏജ് വേണം, ഷേപ്പ് വേണം, അങ്ങനെ വേണം വരാൻ. ആസ് സൂൺ ആസ് ദി മിനിസ്റ്റർ അറൈവ്ഡ് ദ മീറ്റിംഗ് ഡാഷ്. എന്താ ആൻസർ? ആൻസറിലേക്ക് ഞാൻ വരാം. ആൻസർ ഹാഡ് ബിഗൺ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ആലോചിച്ച് നോക്കിയേ. ആസ് സൂൺ ആസിൻ്റെ മീനിങ് എന്താ? ഇമ്മീഡിയറ്റ്ലി അല്ലേ? ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പം തന്നെ മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ V2 ഫോമാണ്. അപ്പം തന്നെയാണ്. അപ്പം തന്നെ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇത് ഏത് ടെൻസ് ആണോ ആ ടെൻസ് തന്നെ വരും. ബിഗാൻ ആണ് ആൻസർ കേട്ടോ. ബിഗാൻ. മനസ്സിലായോ? അതായത് ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു മീനിങ്ങാണ്. നമ്മൾ എപ്പോഴാണ് ഈ ഹാഡ് ബിഗൺ യൂസ് ചെയ്യുക? ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയാണോ? അല്ല. മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ ഉടനെ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് തന്നെ. സോ ദാറ്റ് മീൻസ് ഇത് V2 ആണെങ്കിൽ, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇതും എങ്ങനെയായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അല്ലാതെ ആദ്യം ഒരു സംഭവം നടന്നു അതിനുശേഷം മറ്റേത് നടക്കുകയാണെങ്കിൽ ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്തും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ V2 ആണ് യൂസ് ചെയ്യേണ്ടത്. കൊണ്ട് തെറ്റിച്ചേക്കരുത് കേട്ടോ. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറയില്ലേ വെൻ ദി ഷോട്ട് ബ്രോക്ക് ദ ബേർഡ്സ് ഫ്ലൂ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ വെൻ അതേ സമയത്ത് തന്നെ രണ്ടും നടക്കുന്ന കാര്യങ്ങൾ, സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബട്ട് ഹി വിഷസ് ഡാഷ്. ആൻസർ പറഞ്ഞോളൂ. രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബട്ട് ഹി വിഷസ് ഡാഷ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കാം കേട്ടോ. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ആൻസർ പറയിപ്പിക്കാം. ഈ വിഷസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ? ഈ വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ എന്താ ആലോചിക്കാൻ പറഞ്ഞേക്കുന്നത്? ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഹി വിഷസ് ഹി വേർ എ ബേർഡ്, ഷീ വിഷസ് ഷീ വേർ എ ബേർഡ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ വിഷസ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? അത് പറഞ്ഞേ. V2 അല്ലേ യൂസ് ചെയ്യണ്ടേ? V2 ഫോം അല്ലേ യൂസ് ചെയ്യണ്ടേ? അല്ലാതെ സിമ്പിൾ പ്രസൻറ്റൻസ് ഇവിടെ യൂസ് ചെയ്യണോ? ഹാസിൻറ്റ് ഹാഡ്. ഇതെന്തായാലും V2 അല്ല. നമുക്കിത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇതും V2 അല്ല, ഹാവ് ആണ് വന്നിട്ടില്ല. ഇതും ക്യാൻസൽ ചെയ്യാം. പിന്നെയുള്ളത് ഈ ഹാഡിൻറ്റ് ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് ടെൻസ് ആണോ ഇത്? ഹാഡ് മാത്രമാണോ നമ്മൾ നോക്കണ്ടേ? അല്ല, ഹാഡിൻറ്റ് ഹാഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഉണ്ടാവും, അതിന് ശേഷം V3 ഫോം. ഹാസ് ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഹാഡിൻറ്റ് ഹാഡ് ടു എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതും തെറ്റാണ്. നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡിൻറ്റ് ആണ് കേട്ടോ. ഡിഡിൻ്റെ ഒപ്പം നോട്ട് ചേർത്തിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡിൻറ്റ്, ഹി ഡിഡിൻറ്റ് ഹാവ് ടു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കീവേഡ് ഇരിക്കുന്നുണ്ട്. എന്താണ്? വിഷസ്. പാസ്റ്റ് ടെൻസ് ആണ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ വിഷസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് അല്ലേ എന്നൊന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ. വിഷ് കണ്ട് അപ്പം ശ്രദ്ധിച്ചോണം. അവിടെ വരാൻ പോകുന്നത് ഏതായിരിക്കും? ഒന്നല്ലെങ്കിൽ വാസ് വേറ് അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് വേറായിരിക്കും. അതേസമയം ബാക്കി എല്ലാ കേസുകൾ വരികയാണെങ്കിൽ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. ഇഫ് എനിവൺ ഇസ് സീൻ ഇറ്റ് ഡാഷ് അരുൺ. വേഗം ആൻസർ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഷീ കിൽസ് എന്താ കൊടുക്കുക? ഷീ കിൽസ് ആൻ ആൻഡ് എന്ന് കൊടുക്കാം നമുക്ക്. ഷീ കിൽസ് ആൻ ആൻഡ്. ഇതിപ്പോൾ ഒരു ആക്റ്റീവ് വോയിസ് ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഓക്കെ, ഷീ കിൽസ് ആൻ ആൻഡിൻ്റെ പാസീവ് എന്തായിരിക്കും? നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഈ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരും അല്ലേ? ആൻ ആൻഡ് ഇസ് കിൽഡ് ബൈ ഹെർ. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ഷീ കിൽസ് ആൻ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ആൻ ആൻഡ് കിൽസ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. ആക്റ്റീവ് പാസീവിനകത്ത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ പാസീവ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ പറയണം. അപ്പോൾ കിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇസ് കിൽഡ് ആണ്, ഒരു ഉറുമ്പല്ലേ. അപ്പോൾ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുക. ഇസ് കിൽഡ് ബൈ ഹെർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇതാണ് ഇതിൻ്റെ പാസീവ്. അപ്പോൾ ഇസ് കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണെന്ന് ഇനി ആരെങ്കിലും പറയുമോ? കാരണം കിൽഡ് ഉണ്ട്, അത് ED ഉണ്ടല്ലോ, പാസ്റ്റ് ടെൻസ് ആണെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. ഇത് എന്ത് ടെൻസാ? ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ്. അത് നമ്മൾ പാസീവിലാക്കി പറഞ്ഞു എന്ന് മാത്രം അല്ലേ? അതേപോലെ തന്നെയല്ലേ ഇവിടെ ഇസ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇസ് സീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ടെൻസ് ആണ്?
ഏത് ടെൻസാ? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അത് പാസീവ് ആക്കിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ ഇഫ് കണ്ടീഷൻ്റെ റൂൾ എങ്ങനെയായിരുന്നു? ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് അല്ലേ? ഇഫ് ഐ സ്റ്റഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ആണ്. അപ്പോൾ വില്ലുണ്ടാവും, അതിന് ശേഷം എന്തുണ്ടാവും? വിൽ പാസ് എന്ന് പറയുമ്പോൾ V1 ഫോമാണ് വരുന്നത്. വില്ലിൻ്റെ ഒപ്പം V1 ഫോം. അപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസ് നോക്കാം. നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ വില്ലുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദേ ഇവിടെ 4 ഓപ്ഷൻസ് നോക്കി വില്ലുള്ള ആൻസറിലേക്ക് എത്തി. പിന്നെ എന്തുണ്ടാവണം? V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ബി എന്ന് പറയുന്നത് V1 ഫോം ഓഫ് ദി വെർബ കേട്ടോ. V1ൻ്റെ ബിയുടെ V3 ഫോം എന്താ വരിക? ബീൻ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ബീൻ എന്ന് പറയുന്നത് V3 ഫോമാണ്. V2 ഫോം എന്തൊക്കെയാണ് വരിക? വാസ് വേർ എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ V2 ഫോം. ഇപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണ് നമ്മൾ വിൽ ബി എന്നുള്ള ആൻസറിലേക്ക് എത്തിയെന്നുള്ളത്? എനി ഡൗട്ട്സ്? ലെറ്റ്സ് ഡാഷ് യുവർ പ്ലാൻസ്. ഡിസ്കസ് ആണോ, ഡിസ്കസ് എബൌട്ട് ആണോ, ഡിസ്കസ് ഓൺ ആണോ? പറഞ്ഞോളൂ. ലെറ്റ്സ് ഡാഷ് യുവർ പ്ലാൻസ്. ആൻസർ ഡിസ്കസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഡിസ്കസിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഒരു ഈ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരിട്ട് ലെറ്റ്സ് ഡിസ്കസ് യുവർ പ്ലാൻസ് എന്നുള്ളത് മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൗ ഡാഷ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. വേഗം ആൻസർ പറഞ്ഞോളൂ. ഹൗ ഡാഷ്. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം? നമ്മുടെ ആൻസർ ഡിഡ് ദി ആക്സിഡൻറ്റ് ഹാപ്പൻ ആണ് കേട്ടോ. ഡിഡ് ദി ആക്സിഡൻറ്റ് ഹാപ്പൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്സിലറി വെർബ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഈ 2 ആൾക്കാരെ അങ്ങ് വെട്ടിക്കളയാലോ. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുകൂടി ഇല്ല അല്ലേ? വാസ് വേറെ ഒന്നുമില്ല, ഡിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ആൻസർ അല്ലെങ്കിൽ ഈ ആൻസർ. പിന്നെ ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ V2 ഫോം പറയോ? ഡിഡ് റാൻ എന്ന് പറയോ? ഡിഡ് റാൻ എന്ന് പറയുന്നത് V2 അല്ലേ? അപ്പോൾ ഡിഡ് റാൻ എന്ന് പറയോ? ഇല്ല. ഡിഡിന് ശേഷം എപ്പോഴും വരേണ്ടത് എങ്ങനെയായിരിക്കണം? V1 ഫോം ആയിരിക്കണം. ഡിഡ് റൺ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ ഇവിടെ ഡിഡിന് ശേഷം ഹാപ്പൻഡ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഡിഡ് ദി ആക്സിഡൻറ്റ് ഹാപ്പൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് 2 കൺസെപ്റ്റാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഹൗ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റിന് ശേഷം എന്താ വരേണ്ടത്? എപ്പോഴും വരേണ്ടത് ഒരു ഓക്സിലറി വെർബ് വരണം എന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അവിടെ ക്ലിയർ ആയി. അതിനുശേഷം എന്താ വരേണ്ടത്? ഈ പറഞ്ഞ പോലെ ഡിഡ് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് V1 പറ്റുള്ളൂ എന്നുള്ള 2 ഡബിൾ കൺസെപ്റ്റാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. എ യങ് ബോയ് വാസ് ഡാഷ് ബൈ എ കാർ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ യങ് ബോയ് വാസ് ഡാഷ് ബൈ എ കാർ. ഹിറ്റാണോ, ഹിറ്റനാണോ, ഹിറ്റഡ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? പറഞ്ഞോളൂ. ഡൗട്ട്സ് ഒന്നുമില്ല അല്ലേ? ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ക്വസ്റ്റ്യൻ, കുഴപ്പമൊന്നുമില്ല. ഹിറ്റ് കേട്ടോ. അപ്പം 3 ഫോമും ഹിറ്റ് തന്നെയാണ്. 3rd ഫോം എന്ന് പറയണം ഹിറ്റ് തന്നെയാണ്. നമ്മുടെ ആൻസർ ഹിറ്റാണ്. ഷട്ട് അതുപോലെ തന്നെ ഹിറ്റ് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. കട്ട് ഇതെല്ലാം V1ഉം V2ഉം V3 എല്ലാം സെയിം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹിസ് സ്ട്രെങ്ത് കൺസിസ്റ്റ് ഡാഷ് ഹിസ് ഓണസ്റ്റി. കൺസിസ്റ്റ് ഇൻ ആണ് കേട്ടോ. കൺസിസ്റ്റ് ഇൻ. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം പറയുന്നത്? അതായത് അവൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താ? ഓണസ്റ്റി ആണ്. അതായത് ആ ഓണസ്റ്റി എന്ന് പറയുന്നത് അവൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റിന്നോ അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൺസിസ്റ്റ് ഇൻ ആണ് കേട്ടോ. കൺസിസ്റ്റ് ഓഫ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കൺസിസ്റ്റ് ഓഫ് ദ റൂം കൺസിസ്റ്റ് ഓഫ് സെവറൽ മെമ്പേഴ്സ്. അതിൽ കുറേ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ ഒരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ കൺസിസ്റ്റ് ഓഫ് യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? കൺസിസ്റ്റ് ഇൻ ആണ്. അവൻ്റെ ഓണസ്റ്റി അങ്ങനെയുള്ള ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റ് ഇൻ ആണെന്നുള്ളത് ഓർക്കുക. തെറ്റിക്കരുത് എക്സാമിന് വരുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ ഐ സേ മൈ പ്രെയർ ഡാഷ് ഐ സ്ലീപ്പ്. ഐ സേ മൈ പ്രെയർ ഡാഷ് ഐ സ്ലീപ്പ്. വേഗം പറഞ്ഞോളൂ. വൈലാണോ, വേർ ആണോ, ബിഫോർ ആണോ, ആഫ്റ്റർ ആണോ? ബിഫോർ തന്നെയാണ് കേട്ടോ. വെരി ഗുഡ്. അപ്പം ഐ സേ മൈ പ്രെയർ വൈൽ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രെയർ പറഞ്ഞു എന്നുള്ളൊരു മീനിങ് ആയിപ്പോൾ. ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറക്കപ്പിച്ചൊക്കെ പറയില്ലേ, അതുപോലെ പ്രെയർ പറഞ്ഞ പോലെ ആയിപ്പോൾ ഈ വൈൽ വന്നു കഴിഞ്ഞാൽ അതേ സമയം തന്നെ. അപ്പോൾ അതല്ലല്ലോ. പിന്നെ വേർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സാധാരണ വേർ അങ്ങനെയുള്ള വാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുമല്ല. പിന്നെ മീനിങ് വൈസ് വരുന്നത് ബിഫോർ ആണ്. ആഫ്റ്ററിനേക്കാളും മീനിങ് വൈസ് വരുന്നത് ബിഫോർ ആണ് കേട്ടോ. സോ ഐ സേ മൈ പ്രെയർ ബിഫോർ ഐ സ്ലീപ്പ്. നെക്സ്റ്റ് വൺ
ഷീ ബിഹേവ്ഡ് ക്രൂവലി ആസ് ഇഫ് ഷീ ഡാഷ് മാഡ്. ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ഷീ ബിഹേവ്ഡ് ക്രൂവലി ആസ് ഇഫ് ഷീ ഡാഷ് മാഡ്. ആലോചിച്ചിട്ട് പറഞ്ഞേ എന്താ വരിക? വേറാണോ, വാസ് ആണോ, ഹാഡ് ഗോൺ ആണോ, എസ് ആണോ? വേർ അല്ലേ? ആസിഫ് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു. ആസിഫ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വേറാണ്, അങ്ങനെയാണോ? അല്ല, ഹാഡ് ഗോൺ. അതാരാ പറഞ്ഞേ? മോട്ടിവേഷണൽ ടോക്സ്. വെരി ഗുഡ്. ഇവിടെ ഞാൻ ബിഹേവ്സ് എന്നാണോ പറഞ്ഞേ? അല്ല, ബിഹേവ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ബിഹേവ്ഡ് ഒരു ഇടി കണ്ടോ? ഇതൊരു ട്രാപ്പാ. ഷീ ബിഹേവ്ഡ് ക്രൂവലി ആസ് ഇഫ് ഷീ ഡാഷ് മാഡ്. അപ്പോൾ ഇവിടെ V2 ആണെങ്കിൽ ആസിഫിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടേ? V2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിനേക്കാൾ മുമ്പത്തെ കാര്യം വേണം നമ്മൾ പറയാൻ. അതായത് ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പത്തെ കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ആസിഫ് ആണെങ്കിൽ ആസിഫിന് മുമ്പ് V2 ആണെങ്കിൽ ആസിഫിന് ശേഷം എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാഡ് ഗോൺ ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആയോ? സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചോളൂ. ഷീ ബിഹേവ്സ് ക്രൂവലി ആസ് ഇഫ് ഷീ. ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചോ? ഓക്കെ, ഷീ ബിഹേവ്സ് ആണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് V2 ഫോം വേറിലേക്ക് എത്തായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷീ ബിഹേവ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ക്ലിയർ ആയോ? അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിലും വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് ഒരു പ്രാവശ്യം നോക്കിയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ആസ് സൂൺ ആസ് ദി ഗേൾ സോ ദി റെയിൻബോ ഷീ ഡാഷ് ഹർ ഹാൻഡ്സ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ അതേ സമയം, ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ. അപ്പോൾ വെരി ഗുഡ്, ക്ലാപ്ഡ് ആണ് അല്ലേ? ഗേള് റെയിൻബോ കണ്ടപ്പോൾ തന്നെ V2 ആണ്. കണ്ടപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്തു? കണ്ടപ്പോൾ തന്നെ അവൾ കൈയടിച്ചു. അപ്പോൾ ഇത് V2 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കണം? ഇവിടെയും V2 തന്നെയായിരിക്കണം. V2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ക്ലാപ്ഡ് ആണ്, ED ഉണ്ട് അല്ലേ? ഉടനെ തന്നെ. ഇനി ആസ് സൂൺ ആസ് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും V1 ഫോം ആണെങ്കിൽ ഇവിടെയും V1 ഫോം തന്നെയായിരിക്കും. മനസ്സിലായോ? അതേ സമയം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരെണ്ണം V2 ആണെങ്കിൽ മറ്റു V2, ഈ ഒരു പോർഷനിൽ V1 ആണെങ്കിൽ മറ്റും V1, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ. ഐഡൻറ്റിഫൈ ദി എറർ. ഇതിനകത്ത് എറർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. A, B, C. അപ്പം എയിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ബിയിൽ മിസ്റ്റേക്ക് ഉണ്ടോ, സിയിൽ മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നോ എറർ? എന്താ ആൻസർ വരിക? നമ്മുടെ ആൻസർ നോ എറർ ആണ് കേട്ടോ. ഇതിനകത്ത് എററൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും ലെസ്റ്റ് അല്ലെങ്കിൽ ഇൻ കേസിനൊക്കെ ശേഷം ഷുഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് ഞാനിവിടെ ടേക്ക് കെയർ ലെസ്റ്റ് യു വുഡ് ഫോൾ എന്നാണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാം. കാരണം ലെസ്റ്റിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും ഷുഡ് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. വുഡോ അല്ലെങ്കിൽ കുഡോ അതൊന്നും പറ്റില്ല. ലെസ്റ്റിന് ശേഷം എന്തായാലും നമുക്ക് ഷുഡ് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ ഷുഡ് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും മോഡൽ ഓക്സിലറി യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അല്ലാത്ത കേസുകൾ അത് കുഴപ്പമില്ല, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കറക്റ്റാണ്. സപ്പോസ് യു വുഡ് ഫോൾ അല്ലെങ്കിൽ യു കുഡ് ഫോൾ ആണെങ്കിൽ അത് തെറ്റാണ്. അവിടെ നമ്മൾ ഷുഡ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധം. അപ്പോൾ ലെസ്റ്റ് അല്ലെങ്കിൽ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. അത് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അത് ഷുഡ് ആവണം എന്നുള്ളത് നിർബന്ധം. അതില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് എററൊന്നുമില്ല കേട്ടോ. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ നമുക്ക് പറയാം. ഒന്നല്ലെങ്കിൽ ടേക്ക് കെയർ ലെസ്റ്റ് യു ഷുഡ് ഫോൾ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ. I feel dash about what happened. I feel dash about what happened. പറഞ്ഞോളൂ. വേഴ്സ് ആണോ, വേഴ്സ്റ്റ് ആണോ, ബാഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷുഡ് ഫോൾ, ഈ ഇൻ കേസ് ഷുഡ് ഫോൾ എന്നുള്ളത് നിങ്ങൾക്ക് ലെസ്റ്റ് ആണെങ്കിൽ ഷുഡ് ഫോൾ ഷുഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചു എന്ന് മാത്രം കേട്ടോ. എന്താ വരിക? യെസ്, വെരി ഗുഡ്, ബാഡ് ആണ് അല്ലേ? ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. കറക്റ്റാണ്. ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് കറക്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കി ആൻസേഴ്സ് ഒന്നും വരാത്തത്? വേഴ്സ് ആണെങ്കിൽ എന്ത് വന്നേനെ? വേഴ്സ് ആണെങ്കിൽ വേഴ്സ് എന്ന് പറഞ്ഞാൽ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് അല്ലേ? ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ബാഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, അതിൻ്റെ ഇതാണ് കമ്പാരറ്റീവ് ആണ് വേഴ്സ്. അപ്പോൾ വേഴ്സ് ആണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേനെ. അപ്പോൾ ഇതിനകത്ത് അതൊന്നും കൊടുത്തിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വേഴ്സ്റ്റ് വെട്ടാം, വേഴ്സ് വെട്ടാം. പിന്നെ വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർലേറ്റീവ് ആണ്. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഇവിടെ ഒരു ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടായേനെ. അപ്പോൾ അതും ഇല്ല, നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആൻസർ ബാഡ്. ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. നെക്സ്റ്റ് വൺ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ എല്ലാവരും ശരിയാക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഓൾ ഹിസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദി ഹൗസ്. പറഞ്ഞോളൂ.
all his money dash spent on the house. നമ്മുടെ ആൻസർ വാസ് ആണ്. വെരി ഗുഡ് മെജോറിറ്റി ശരിയാക്കിയിട്ടുണ്ട്. വാസ് ആണ്. അപ്പോൾ റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മണി എന്ന് പറയുന്നത് എന്താ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അൺകൗണ്ടബിൾ ആണ് അല്ലേ. അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക? അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം തന്നെ, കാരണം മണി എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. റുപ്പി കോയിൻ ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. മണി എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്നുള്ളൊരു മീനിങ് ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം തന്നെ നമുക്ക് പ്ലൂറലായിട്ടുള്ള വേറിനെയും ഹാവിനെയും അങ്ങ് വെട്ടാം. അത് രണ്ടും പോയി. പിന്നെയുള്ള വാസും ഉണ്ട്, ഹാസും ഉണ്ട്. ഇനി ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണേ. സപ്പോസ് ഷീ ഹാസ് സ്പെൻറ്റ് എന്തെങ്കിലും, ഷീ ഹാസ് സ്പെൻറ്റ് മണി നോ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ ഹാസ് സ്പെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവളാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത് അല്ലേ. അവളാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്, എന്തോ ഒരു കാര്യം അവളാണ് സ്പെൻഡ് ചെയ്തത്. അതേസമയം ഓൾ ഹിസ് മണി ഹാസ് സ്പെൻഡ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആരായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്? മണി ആയിരിക്കും. മണി എന്ന് പറയുന്നത് ഇതാണ്, മണി ആയിരിക്കും സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണോ വരുന്നത്? മണിയാണോ സ്പെൻഡ് ചെയ്യുന്നത്? അല്ല അല്ലേ, മണിയെയാണ് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? നമുക്കിവിടെ ഹാസ് സ്പെൻഡ് പറയാൻ പറ്റുമോ? ഹാസ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവ് വോയിസാണ്. അതിൻ്റെ പാസീവ് ആയിരുന്നെങ്കിൽ എങ്ങനെയായേനെ? ഹാസ് ബീൻ സ്പെൻഡ് വേണമായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസാണ്. അപ്പോൾ മണിയല്ല ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്, മണിയെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാസ് സ്പെൻഡ് പറ്റുമോ? ഇല്ല. നമ്മുടെ ആൻസർ എന്താണ്? വാസ് സ്പെൻഡ്. പാസീവിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് വാസ്, അതിൻ്റെ ഒപ്പം V3 ഫോം. ക്ലിയർ ആയോ? അപ്പോൾ ഓൾ ഹിസ് മണി വാസ് സ്പെൻഡ് ഓൺ ദി ഹൗസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, മിക്കവാറും അത് പാസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള മുമ്പത്തെ നമ്മുടെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നോൺ ലിവിങ് അതായത് ജീവനില്ലാത്ത ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ, സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഒരു സ്പെഷ്യൽ കെയർ കൊടുത്തേക്കുക, അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അത്യാവശ്യം നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാസ് ബീൻ വന്നാൽ കറക്റ്റ് ആണോ? ഹാസ് ബീൻ വന്നാൽ കറക്റ്റ് ആണ്. അതുകൊണ്ടാണല്ലോ അവരിവിടെ ഇത് മാത്രം കൊടുത്തിരിക്കുന്നത്, വാസ് മാത്രം കൊടുത്തിരിക്കുന്നത്. പാസീവിൽ നമുക്കിവിടെ വാസ് മാത്രമല്ലേ പറ്റുള്ളൂ? അല്ല, വേറ് പറ്റും, പക്ഷെ മണി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗുലറല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വേറ് പറ്റില്ല. വേറ് നമുക്ക് പാസീവിൽ യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഹാസും ഹാവും നമ്മൾ പാസീവിൽ യൂസ് ചെയ്യുമോ? ഇല്ല, കാരണം ഹാസും ഹാവും വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ബീന് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് പാസീവിൽ യൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് മുമ്പ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.